ലൈവ് തുടരുന്നു. കാസർഗോഡ് 19-കാരിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കാസർഗോഡ് സ്വദേശി വിഷ്ണു പ്രസാദിനെയാണ് പോലീസ് പിടികൂടിയത്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ വെച്ചാണ് യുവതി പീഡനത്തിനിരയായത്. സുഹൃത്തായ പെൺകുട്ടിയുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജേന നഗരത്തിലേക്ക് വിളിച്ചു വരുത്തി ഇയാൾ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. വിവരങ്ങളുമായി KB ബൈജു കാസർഗോഡ് ചേരുന്നുണ്ട്. ബൈജു, ഇത് എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്? ഈ 19-കാരിയെ സൗഹൃദം നടിച്ച് പ്രതി വിഷ്ണു വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണുള്ള കേസ്. ഈ സംഭവത്തിൽ ഇയാൾ മാത്രമാണോ പ്രതിപട്ടികയിലുള്ളത്? ടോമെ, കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ് സമയത്തുള്ള ഒരു ലോഡ്ജിൽ കൊണ്ടുപോയാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ശനിയാഴ്ച ആണ് ഈ സംഭവം ഉണ്ടായത്. 19 വയസ്സുകാരിയായ പെൺകുട്ടിയെ ലോഡ്ജിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പരാതി. അതായത് ഈ പരാതിയിലെ പ്രധാനമായും പറയുന്നത് ഈ ഇരയായ പെൺകുട്ടിയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ലോഡ്ജ് മുറിയിലുണ്ടെന്നും വലിയ മാനസിക വിഷമത്തിലാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പെൺകുട്ടിയുടെ സഹോദരനോടും ഈ കാര്യം പറയുന്നു. പെൺകുട്ടിയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ലോഡ്ജ് മുറിയിൽ വളരെ മാനസിക വിഷമത്തിലുണ്ട്, അവിടെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പെൺകുട്ടി അവിടെ എത്തുന്നത്. അവിടെ നിന്നും ഈ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ പെൺകുട്ടി ബഹളം വെച്ചതോടുകൂടി പിന്നീട് കെട്ടിയിട്ട് കൈയും കാലുകളും ഒക്കെ കെട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് പെൺകുട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയായിരുന്നു. വലിയ തോതിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രിയോടുകൂടി ഈ കേസിലെ പ്രതിയായ വിഷ്ണു പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർ ഇത് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ പ്രധാന പ്രതി വിഷ്ണു പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നത്. ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ ലോഡ്ജ് മുറിയിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിക്കുക എന്ന നമ്മൾ കേട്ടേൽവിയില്ലാത്ത വളരെ തിരക്ക് പിടിച്ച, പ്രത്യേകിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജ് മുറിയിലേക്കാണ് ഇങ്ങനെ കൊണ്ടുപോയത്. അതായത് തെറ്റിദ്ധരിപ്പിച്ച് വിഷ്ണു പ്രസാദ് കൊണ്ടുപോവുകയായിരുന്നു. ഇവരുടെ സുഹൃത്താണ് വിഷ്ണു പ്രസാദ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് ലോഡ്ജ് മുറിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ബലമായി കൈകാലുകൾ കെട്ടിയിട്ടതിന് ശേഷം ഈ ഷാൾ കൊണ്ട് കൈയും കാലും കെട്ടിയിട്ടതിന് ശേഷം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ് ഈ പരാതിയിൽ പറയുന്നത്. അപ്പോൾ തന്നെ കാസർഗോഡ് ടൗൺ പോലീസ് ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. ഈ സംഭവത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, അതല്ല ഇത്തരത്തിൽ മറ്റേതെങ്കിലും പെൺകുട്ടിക്ക് നേരെ വിഷ്ണു പ്രസാദ് അതിക്രമം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് വിഷ്ണു പ്രസാദ് അറസ്റ്റിലായത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഇത് അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷന് ഇത്ര സമീപത്ത് വെളിപ്പുറത്താണ് ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അതോടൊപ്പം KSRTC ബസ് സ്റ്റാൻഡ് നമുക്കറിയാം വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ്. കാസർകോട്ടെ നഗരത്തിന്റെ മധ്യത്തിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു ലോഡ്ജിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. അവസാനം രക്ഷപ്പെട്ട യുവതി അവിടെ നിന്നും ഓടി ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. അങ്ങനെ പരാതി നൽകിയായിരുന്നു. ഏതായാലും ഇതിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് എന്തൊക്കെ തരത്തിലുള്ള പീഡനം ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഉൾപ്പെടെ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഏതെങ്കിലും പരാതിയോ കേസോ ഉണ്ടായിട്ടുണ്ടോ ബൈജു? അക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല. നേരത്തെ ഏതെങ്കിലും കേസ് ഇയാൾക്കെതിരെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ സംഭവത്തിൽ സഹോദരനോട് പറയുന്നു, ഈ പെൺകുട്ടിയുടെ അടുത്ത സുഹൃത്ത് ലോഡ്ജ് മുറിയിൽ മാനസിക വലിയ വിഷമത്തിൽ ഉണ്ട്, അതുകൊണ്ട് ഈ പെൺകുട്ടിയെ അങ്ങോട്ട് വരാൻ പറയണമെന്ന് പറയുന്നു. അങ്ങനെ സഹോദരന് കൂടി സംഭവത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ ആ ലോഡ്ജിലേക്ക് മുറിയിലേക്ക് കൊണ്ടുവന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് അവിടെ എത്തിയതിനു ശേഷം കയറി പിടിക്കാൻ ശ്രമിച്ചു. അത് എതിർത്തപ്പോൾ കയ്യും കാലും കെട്ടിയിട്ടതിനു ശേഷം അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ആ പ്രകാരം ഇപ്പോൾ പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാൾക്കെതിരെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ഇത്തരത്തിൽ ഏതെങ്കിലും കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇയാളെ ഈ മൊഴി തെളിവെടുപ്പിനും മറ്റും ഈ ലോഡ്ജ് മുറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഇനി ഉണ്ടാകും. മാത്രം ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായാൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്.
KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. 19-കാരിയെ കെട്ടിയിട്ട് ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.